ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള അടിപൊളി മഴയാണ് കേട്ടോ പെയ്യുന്നത്. അപ്പോൾ രണ്ട് ദിവസം നല്ല കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ പെയ്യുമ്പോൾ 2 ദിവസത്തിനായിട്ടുള്ള ഒരു ദിവസം പെയ്യാനുണ്ട് ഇപ്പോൾ മഴയൊക്കെ. അപ്പോൾ എന്തായാലും നേരം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തുടങ്ങട്ടെ. മക്കളൊക്കെ മദ്രസയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു തോർച്ചുണ്ട്, എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ല ചൂടുള്ള ചായ കിട്ടിയാൽ നല്ലൊരിതാവും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് വട്ടുപത്തിരിയാണ്. അപ്പോൾ വട്ടുപത്തിരിക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് മാവ് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. എനിക്കിതിൽ കരിഞ്ചീരകം, തേങ്ങ, അതുപോലെ വെളുത്തുള്ളി ഒക്കെ ചതച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അതൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ അവർ കഴിക്കുന്ന രീതിയിൽ ഞാനാണ് ഉണ്ടാക്കും കേട്ടോ. വെള്ളം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിലോട്ട് ശേഷം തിളച്ച വെള്ളം സെപ്പറേറ്റ് വെച്ചിട്ട് പിന്നെ അതിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വട്ടുപത്തിരി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു. തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. ലേശം കരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാൻ ഇങ്ങനത്തെ കടി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ, എണ്ണയിലുള്ള കടിയൊക്കെ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ അതൊന്നും ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ ലേശം കരിഞ്ചീരകയിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ തന്നെ വന്നിരുന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ പിന്നെ പിന്നാലെ നടന്നിങ്ങനെ പറയണം കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തലേന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബീഫാണ്, കറിയായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇന്ന് ഒന്നുകൊണ്ട് വറ്റിച്ചെടുത്തു കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികൾ ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് വറ്റിച്ചെടുത്തിക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്നുകൊണ്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ മുകളിലോട്ടൊന്നുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും രാവിലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ വീട്ടിലോട്ട് ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫുമാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ട, നമ്മളെ വീട്ടിലോട്ട് വരികയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് ലേശം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ലേശം പഴം പായസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഒരു വട്ടം ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേശം അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതായത് രായിപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ശർക്കരയിലിട്ടിട്ട് വിരകുമല്ലോ, ലേഖം പോലെ, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ലേശം അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അവർക്ക്. ഒരു വട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന അതിൻ്റെ ഗുണങ്ങളിങ്ങനെ പറയിട്ട് പോകും വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടോ. ഒക്കെ ലേശം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഓരോ പാത്രത്തിലുള്ളതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കിയിട്ടുണ്ട്, അട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ വരുമ്പോൾ നമ്മൾ അവരെ സന്തോഷിപ്പിക്കണമല്ലോ. അത് അവർക്ക്, കാരണം നമ്മൾ അവരെ വീട്ടിൽ പോകുമ്പോൾ അവർ നല്ല സ്വീകരണമാണ് കേട്ടോ. ഇനി അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ പോലെ നമ്മൾ ഇതാക്കും. അപ്പോൾ അതിലൊരാൾ ബിരിയാണി കഴിക്കാത്ത ആളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ലേശം സാധാ ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീനും ഫ്രിഡ്ജിൽ മസാല വെട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കഷ്ണം എടുത്തിട്ട് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ വീട്ടിലിങ്ങനെ ഗസ്റ്റുകൾ വരിക, അവരങ്ങനെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് സൽക്കരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ലേശം ചിരങ്ങ എടുത്തിട്ട് താളിക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം എത്രയുള്ള ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് വീഡിയോയിൽ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. താങ്ക്